ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ബാദുഷ ഈസിയായി ചെയ്യാവുന്ന ഒരു കിഡിലൻ സ്വീറ്റാണ്. പക്ഷേ മിക്സിങ് ഒരു അല്പം ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ കുളമായിപ്പോകും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൈകൊണ്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ചെയ്യണത് പോലെ തന്നെ മിക്സ് ചെയ്യണം, ഓവർ മിക്സ് ചെയ്യരുത്. ഇനി മൈദ ഒരല്പം കയ്യിലെടുത്തിട്ട് നല്ലോണം അമർത്തുമ്പോൾ ഇതേപോലെ ഷേപ്പ് ഹോൾഡ് ചെയ്ത് കിട്ടണം. ഇനി ഒരു 1/4 കപ്പ് പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ആവശ്യം വന്നാൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ക്ലിംഗ് റാപ്പോ തുണിയോ വെച്ച് നല്ലവണ്ണം കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കാം. ഇത് പഞ്ചസാര നല്ലോണം അലിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കയും ഒരു 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ സാഫ്രോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത്. സാഫ്രോൺ ആണ് സാധാരണ യൂസ് ചെയ്യുക. ഷുഗർ സിറപ്പ് അധികം തിക്കാകരുത്. കയ്യിൽ ചെറുതായി ഒട്ടുന്ന പരുവത്തിൽ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാദുഷ ഷേപ്പ് ചെയ്തെടുക്കാം. ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ച് നല്ലോണം ഉരുട്ടിയ ശേഷം നടുക്ക് നമ്മുടെ വിരൽ കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. സൈഡിൽ ചെറിയ കട്ട് കണ്ടാലും കുഴപ്പമില്ല. ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി തുടങ്ങി. ബാദുഷ ഇനി ഓരോന്നായി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. നല്ലോണം വെന്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒരല്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇവിടെ നമ്മുടെ ബാദുഷ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് കുരിയെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ബാദുഷ ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഒരു 1-2 മിനിറ്റിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വരെ ഷുഗർ സിറപ്പിൽ ഇട്ടേക്കാം. മുകളിൽ പിസ്ത ആക്കിയിട്ട് അലങ്കരിക്കാം. അപ്പോൾ എല്ലാവരും ബാദുഷ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്